അടുത്തതായി നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലെ ക്വസ്റ്റ്യനാണ് 5A. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഡാറ്റ ഓഫ് ക്വസ്റ്റ്യൻ വായിക്കാം, ഒരുമിച്ച് വായിച്ചോളൂ. 3 പ്രൊഡക്റ്റ്, ഏതൊക്കെയാണ് ഇവരുടെ ഫൈനൽ പ്രൊഡക്റ്റുകൾ? XYZ ആണ്. മാനുഫാക്ചേർഡ്, കമ്പനിയുടെ പേര് പ്രീറ്റ് ഇന്ത്യ LLP, ആർ ഗിവൺ ബിലോ ടുഗെദർ വിത്ത് എ ബഡ്ജറ്റഡ് സെയിൽസ്, നോട്ട് ദ പോയിൻറ്റ്, ബഡ്ജറ്റഡ് സെയിൽസ് ആൻഡ് യൂണിറ്റ്സ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസും ബഡ്ജറ്റഡ് യൂണിറ്റും തന്നിട്ടുണ്ട്, സെയിൽസും യൂണിറ്റ് തന്നിട്ടുണ്ട്, പിന്നെ യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ ബഡ്ജറ്റ് ഇതാണ്. എക്സ് എത്ര? 25,000 യൂണിറ്റും, Y 20,000 യൂണിറ്റും, Z 15,000 യൂണിറ്റും വിൽക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ദിസ് ഈസ് വാട്ട് ഈസ് ബഡ്ജറ്റഡ് സെയിൽസ്. എത്ര രൂപയ്ക്ക് സെല്ലിംഗ് പ്രൈസ് പറയുന്നത്? 40, 60, 80. പിന്നെ കോസ്റ്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് പെർ യൂണിറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് 28, 48, 64. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ആക്ച്വൽ സെയിൽസ് ഇൻ യൂണിറ്റ്. അപ്പോൾ ഇത് പീരീഡ് 2024-25 ബിഗിനിങ്ങിൽ, അഥവാ 24 ഏപ്രിൽ മുൻപേ പ്രിപ്പയർ ചെയ്ത് വെച്ചതാണ്. പിന്നെ ആക്ച്വലി എന്ത് സംഭവിച്ചു? ഇൻ ഏപ്രിൽ 2025 ദ കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അഥവാ 2000 ഏപ്രിൽ പറയുമ്പോൾ 2024-25 മാർച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്ത ദിവസമാണ് നമുക്ക് കഴിഞ്ഞ ആക്ച്വൽ ബേസിലുള്ള ഡാറ്റ കിട്ടിയിട്ടുണ്ട്. ആക്ച്വൽ സെയിൽസ് എത്രയായി? 42 അങ്ങനെ തന്നിട്ടുണ്ട്. ആക്ച്വൽ സ്റ്റാൻഡേർഡ് കോസ്റ്റും തന്നിട്ടുണ്ട്. ആക്ച്വൽ കോസ്റ്റും മറ്റേ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ഇത് സ്റ്റാൻഡേർഡ്, ഇതാണ് ആക്ച്വൽ കേട്ടോ, സോറി. പിന്നെ യു ആർ റിക്വയർഡ് ടു ഡിറ്റർമൈൻ ദ ബഡ്ജറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ആക്ച്വൽ പ്രോഫിറ്റ്. വളരെ സിമ്പിളാണ്. ബഡ്ജറ്റ് പ്രോഫിറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ സാധനത്തെ ബേസ് ചെയ്ത് ചെയ്താൽ മതി. ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ ബഡ്ജറ്റഡ് പ്രോഫിറ്റ് എങ്ങനെ കാണാം? 40 - 28. അപ്പോൾ 40 - 28 = 12 ഇൻറ്റു എത്ര യൂണിറ്റ് ഉണ്ട്? 25,000. അപ്പോൾ 3 lakh വരും ബഡ്ജറ്റഡ് പ്രോഫിറ്റ്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷനാണ് ഇവിടെ ഉള്ളത്. ഇത് 3 lakh കണ്ടില്ലേ? വളരെ ഈസിയാണ്. ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. എക്സിൻ്റെ യൂണിറ്റ്, അതിൻ്റെ സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ്, സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് ലെസ് ചെയ്താൽ പ്രോഫിറ്റ് ഒരു യൂണിറ്റിന് കിട്ടും. ഒരു യൂണിറ്റ് ഇൻറ്റു 25,000 അടിച്ചാൽ 3 ലക്ഷം കിട്ടും. അതേപോലെ വൈയുടെയും ഇസഡിൻ്റെയും ചെയ്യാം, പ്രശ്നമില്ലല്ലോ. വൈയുടെ ബഡ്ജറ്റഡ് 60 - 48, 60 - 48 ചെയ്താൽ 12 തന്നെ കിട്ടുക. ഇൻറ്റു 20,000 അടിച്ചാൽ 2,40,000. ഇവിടെ 80 - 64, 16 × 15, 2,50,000. അപ്പോൾ 40,000 കഴിഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസറായി. വെരി സിമ്പിൾ സാധനം. അടുത്ത വാരിയൻസ് ഇൻ പ്രോഫിറ്റ് അനാലിസിസ്. അപ്പോൾ ഇത് ഏത് വാരിയൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലെ സെയിൽസ് വാരിയൻസ് ആണ്. സെയിൽസ് വാരിയൻസ് ഓക്കെ അല്ലേ? അയ്യോ, സെയിൽസ് മാത്രമല്ല, കോസ്റ്റും തന്നിട്ടുണ്ടല്ലേ. സെയിൽസ് ഉണ്ട്, പിന്നെ ഇതുണ്ട്, കോസ്റ്റ് ഉണ്ട്, പിന്നെ റീകൺസിലിയേഷൻ ഇല്ല. പക്ഷെ നമുക്കിതിലൊന്ന് ചെയ്യാം, റീകൺസിലിയേഷൻ ഒന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. കോസ്റ്റ് വാരിയൻസ് കാണാം ആദ്യം. അപ്പോൾ അടുത്തൊരു ടിസ്റ്റ് എന്താ വെച്ചാൽ, കോസ്റ്റ് വാരിയൻസ് പറയുമ്പോൾ ഏത് കോസ്റ്റ് വാരിയൻസ് ആണ് സാർ? കോസ്റ്റ് വാരിയൻസ് പറയുമ്പോൾ മെറ്റീരിയലുണ്ട്, ലേബറുണ്ട് അല്ലേ, പിന്നെ ഓവർ ഹെഡ് ഉണ്ട്. ഇതെല്ലാം കൂടെ ഉള്ള കോസ്റ്റാണ് ഇപ്പോൾ ഈ തന്നത്. ഇപ്പോൾ ഇവിടെ തന്ന 28 ഏതൊക്കെ ഉണ്ട്? ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും പിന്നെ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് കോസ്റ്റ് വാരിയൻസ് കാണണ്ട, ടോട്ടൽ അങ്ങ് കണ്ടാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേ കാൽക്കുലേഷൻ ശ്രദ്ധിച്ചോളൂ. സോറി, ഇവിടെ ബഡ്ജറ്റഡ് പ്രോഫിറ്റും പിന്നെ ആക്ച്വൽ പ്രോഫിറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആക്ച്വൽ പ്രോഫിറ്റ് ഇതുപോലെ തന്നെ കണ്ടാൽ മതി. 42 30 ലെസ് ചെയ്യുക, അപ്പോൾ എത്ര വരും? 12 ഇൻറ്റു എത്രയാണ്? 20,000, 2,40,000. അങ്ങനെ അതും കാണാം. ആക്ച്വൽ പ്രോഫിറ്റ്, നത്തിങ് ഗ്രേറ്റ്. പിന്നെ നമ്മൾ എന്ത് കാണാൻ പോകണം? കോസ്റ്റ് വാരിയൻസ് കാണാൻ പോകണം. ഈ കോസ്റ്റ് വാരിയൻസ് കാണാൻ പോകുമ്പോൾ നമ്മൾ നോർമലി സ്റ്റെപ്പ് 1ഉം 2 ഒക്കെ ചെയ്യാറുണ്ട്. ഇവിടെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കോസ്റ്റ് വാരിയൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ മെറ്റീരിയൽ ലേബറൊന്നും പറഞ്ഞില്ല. അപ്പോൾ കോസ്റ്റ് വാരിയൻസ് കാണാനുള്ള ബേസിക്സ് ആണ് ഏതാ? 1 - 2 ആണ്. നമുക്കറിയാം, ഇപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് ആണെങ്കിലും ലേബർ കോസ്റ്റ് ആണെങ്കിലും വാരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് ആണെങ്കിലും ഒക്കെ 1 - 2 ആണ്. അപ്പോൾ 1 എന്താ? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് കോസ്റ്റ്. 2 എന്താ? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ കോസ്റ്റ്. അപ്പോൾ സാധാരണ നമ്മൾ കണ്ടതിൽ നിങ്ങൾ ചോദിക്കും, സാറേ നമ്മളിവിടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയിൽ എഴുതാറ്. യെസ്, പക്ഷെ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഏതാ? ഫോർ ആക്ച്വൽ ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇവിടെ തന്നുള്ളത് ഔട്ട്പുട്ടാടോ. അപ്പോൾ ഇതണ്ട, ഇവിടുത്തെ യൂണിറ്റ് എടുത്ത കണ്ടില്ല നിങ്ങൾ, ആക്ച്വൽ ക്വാണ്ടിറ്റിയാണ് ഇവിടെ എടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് റോ മെറ്റീരിയലല്ല, അഥവാ സാധാരണ കോസ്റ്റൊക്കെ തരുമ്പോൾ മെറ്റീരിയലിനും ലേബറൊക്കെ ആണെങ്കിൽ ഒരു യൂണിറ്റിന് അല്ലെങ്കിൽ ഒരു ഹവർ എന്ന് പറഞ്ഞാണ് തരേണ്ടത്.
ഇവിടെ അതിൻ്റെ ആവശ്യമുള്ളതല്ല. ഇവിടെ നമുക്ക് എന്താണ് ഡയറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ടിൻ്റെ കോസ്റ്റാണ് തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഒരു ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കോസ്റ്റാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. കണ്ട, കോസ്റ്റ് പെർ യൂണിറ്റ് എന്നാണ് തന്നിട്ടുള്ളത്. നമ്മുടെ ആക്ച്വൽ കോസ്റ്റ് ആണെങ്കിലും കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പോൾ പിന്നെ യൂണിറ്റ് ബേസിൽ ചെയ്താൽ മതി. നിങ്ങൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണ്ട. കാര്യം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതുകൊണ്ടാണ് രണ്ടിടത്തും ഏത് ചെയ്യുന്നത്, ആക്ച്വൽ ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വൽ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് നോക്കിയാൽ പെട്ടെന്ന് കിട്ടേണ്ടതാണ്. ഓക്കെ, പിന്നെ അതൊന്നും അറിയാത്ത ആളുകൾക്കല്ലല്ലോ നമ്മൾ പറയുന്നത്. ക്യാമ്പ് ഓൾറെഡി പഠിച്ചു വന്ന ആളുകളാണ്, ക്ലാസ് അറ്റൻഡ് ചെയ്തവരാണ്. ആക്ച്വൽ ക്വാണ്ടിറ്റി ഉണ്ട് ഇൻറ്റു ആക്ച്വൽ കോസ്റ്റ് ആണ് ഇവിടെ എടുക്കുക. പക്ഷെ ഇവിടെ എടുക്കുന്നത് ഏതാണ്, സ്റ്റാൻഡേർഡ് കോസ്റ്റാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 28, 48, 68. ആക്ച്വൽ കോസ്റ്റ് ഇത് 30, 50, 63. അത്രേ ഉള്ളൂ. കണ്ടില്ലേ, 28, 46, 68. ആക്ച്വലി 30, 40, 60. മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ ചെയ്തിട്ട് കോസ്റ്റ് വാരിയൻസ് കിട്ടി 68,000. നത്തിങ് ഗ്രേറ്റ്, സിമ്പിൾ, വെരി സിമ്പിൾ. ദെൻ അടുത്ത ക്വസ്റ്റിൽ ആവശ്യപ്പെട്ടത് ഏതാണ്? സെയിൽസ് പ്രൈസ് വാരിയൻസ് ആണ്. പ്രൈസിലെ വ്യത്യാസമാണ്. പ്രൈസിലെ വ്യത്യാസം പറയുമ്പോൾ 40, 42. കണ്ടില്ലേ, 60, 56, 80, 81. ആ വ്യത്യാസം എടുത്താൽ മതി. അപ്പോൾ പ്രൈസ് വാരിയൻസ് കാണാൻ വേണ്ടി നമ്മൾ സാധാരണ സെയിൽസ് വാരിയൻസ് കാണുമ്പോൾ 3 - 2 ആണ് എന്ത്, പ്രൈസ് വാരിയൻസ്. കോസ്റ്റ് ആണെങ്കിലും ലേബർ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. അപ്പോൾ 3 എന്താ, ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ബഡ്ജറ്റഡ് പ്രൈസ്. ഇവിടെ എന്താ, ആക്ച്വൽ ക്വാണ്ടിറ്റി ഉണ്ട്, ഏതാണ്, ആക്ച്വൽ പ്രൈസാണ്. അപ്പോൾ വ്യത്യാസം ഉണ്ടാക്കുന്ന ആളാരാണ്, ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ ഒന്നുകൂടെ ചെറുതാക്കുന്നുണ്ട് ഞാൻ. രണ്ടിടത്തും ആക്ച്വൽ ക്വാണ്ടിറ്റി അല്ലേ. അപ്പോൾ നമുക്കൊരു പണിയാം, ബഡ്ജറ്റഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിലുള്ള വ്യത്യാസം എടുത്തിട്ട് ആക്ച്വൽ ക്വാണ്ടിറ്റിയെ മൾട്ടിപ്ലൈ ചെയ്താലും സിംപ്ലിഫൈഡ് ആവും. നിങ്ങൾക്ക് അല്ലാതെയും ചെയ്യാം, പക്ഷേ കുറച്ചുകൂടി പണിയെടുക്കേണ്ടി വരും. അപ്പോൾ ആക്ച്വൽ ക്വാണ്ടിറ്റി എഴുതി ഇൻറ്റു ബഡ്ജറ്റഡ് പ്രൈസ് മൈനസ് ഏതാ, ആക്ച്വൽ പ്രൈസ്. അപ്പോൾ ബഡ്ജറ്റ് ചെയ്ത പ്രൈസ് എത്ര, 40. നമ്മളെത്ര, 40 രൂപയ്ക്ക് വിൽക്കാമെന്ന് ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ 42 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 ഉള്ളത്. 2 ഇൻറ്റു എത്ര, 20,000. അങ്ങനെ എത്ര, 40,000 എക്സ്. അതേപോലെ 88,000. ഇത് ഫേവറബിളാണ് അല്ലേ? അല്ല, ഇത് അഡ്വേഴ്സാണ്. എങ്ങനെ അഡ്വേഴ്സാവും? 1 മിനിറ്റ്. ബഡ്ജറ്റഡ് പ്രൈസാണ് 40. അല്ലല്ല, ഇത് ഫേവറബിളാണ്. നമ്മൾ 40 രൂപയ്ക്ക് വിൽക്കാമെന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ 42 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ 2 രൂപ എക്സ്ട്രാ കിട്ടിയത് ഫേവറബിളാണ്. ഓക്കെ, ഇനി അടുത്ത 60 രൂപയ്ക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ബഡ്ജറ്റ് ചെയ്തത്. പക്ഷേ 56-ന് വിൽക്കാൻ പറ്റും. അപ്പോൾ 4 രൂപ എന്താണ്, അൺഫേവറബിളാണ്. ഓക്കെ, അഡ്വൈസ്. മറ്റടുത്ത് 80 രൂപയ്ക്ക് വിൽക്കാൻ ഉദ്ദേശിച്ച് 81. 1 രൂപ അവിടെ എന്താ, ഫേവറബിളാണ്. നെറ്റ് എമൗണ്ട് 32,000 അഡ്വൈസ് കിട്ടും. ഓക്കെ അല്ലേ? ഈ 40 ഫേവറബിളും 88,000 അഡ്വൈസും 6,000 ഫേവറബിളും നെറ്റ് എമൗണ്ട് 32,000 അഡ്വൈസും. അപ്പോൾ അത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? സെയിൽസ് പ്രൈസ് വാരിയൻസും കണ്ട്, കോസ്റ്റും കണ്ട്. ഇനി വോളിയം വാരിയൻസ് ഉണ്ട്, മൂന്നാമത്തെ. വോളിയം പറഞ്ഞ് യൂണിറ്റിലുള്ള വ്യത്യാസം 25 പിന്നെ ഏതാണ് 20. ഈ ഡിഫറൻസ് എടുത്താൽ മതി, 5,000. അങ്ങനെ കണ്ടാൽ മതി. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിൽ സെയിൽസ് വോളിയം വേരിയൻസ് കാണാൻ 1 - 3 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ കാണുന്നത് സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് വെച്ചിട്ടാണ്, പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ടാണ്. ഒരു മാർജിൻ അപ്രോച്ച് പറയാറില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കാണണം? നമ്പർ 1 എന്താ, ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഇൻറ്റു ബഡ്ജറ്റഡ് മാർജിൻ മൈനസ് 3 എന്താ, ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ബഡ്ജറ്റഡ് മാർജിൻ. അപ്പോൾ കാരണം ഇവിടെ വോളിയത്തിലെ വാരിയൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ആക്ച്വൽ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള വ്യത്യാസം കാണണം. ഓക്കെ അല്ലേ? ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഫസ്റ്റ് എക്സിൻ്റെ 25,000, പിന്നെ 20,000, 15,000. ആക്ച്വൽ ക്വാണ്ടിറ്റി 20,000, 22,000, 16,000. പിന്നെ ബഡ്ജറ്റഡ് മാർജിൻ കാണണം. അപ്പോൾ ഇക്വേഷൻ സെറ്റ് ചെയ്യാം. ബഡ്ജറ്റഡ് മാർജിൻ എന്ന് പറഞ്ഞാൽ എന്താ, ബഡ്ജറ്റഡ് പ്രൈസ് മൈനസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. എക്സിൻ്റെയും വൈൻ്റെയും അങ്ങനെ കണ്ടാൽ 12, 12, 16 കിട്ടും. ഓക്കെ അല്ലേ? അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സിമ്പിൾ, നത്തിങ് ഗ്രേറ്റ്. അങ്ങനെ ബാലൻസ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും, 20,000 അഡ്വൈസ് കിട്ടും. ഇനി ഇവിടെ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു റീകൺസിലിയേഷൻ ഓഫ് ബഡ്ജറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ആക്ച്വൽ പ്രോഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങാം. നമ്മൾ ബഡ്ജറ്റഡ് പ്രോഫിറ്റ് എത്രയാണ് കണ്ടത്, 7,80,000 ടോട്ടൽ ചെയ്തപ്പോൾ. ആക്ച്വൽ പ്രോഫിറ്റ് എത്ര വന്നു, 6,60,000. അപ്പോൾ 7,80,000 മൈനസ് 6,60,000. 1,20,000 രൂപ എന്ത് വന്നിട്ടുണ്ട്, നമ്മൾ പ്രോഫിറ്റിൽ അഡ്വൈസ് വന്നിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ചത് 7,80,000 പക്ഷെ ഇത്ര വന്നുള്ളൂ, 6,60,000.
ഈ 1,20,000 അഡ്വാൻസ് വരാൻ 2 കാരണങ്ങളുള്ളത്. കോസ്റ്റിലെ വ്യത്യാസം. കോസ്റ്റിൻ്റെ വ്യത്യാസം നമ്മളിവിടെ ഈ നമ്പർ സെക്കൻഡ് പാർട്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. 68,000 അഡ്വാൻസാണ്. പിന്നെ 68,000 അഡ്വാൻസ്, അപ്പോൾ അത് എഴുതി. പിന്നെ അടുത്ത പ്രശ്നം സെയിൽസിലെ വ്യത്യാസമാണ്. സെയിൽസിൻ്റെ വാരിയൻസ് 2 എണ്ണമാണ്. സെയിൽസ് പ്രൈസ് വാരിയൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 32,000 അഡ്വാൻസ്, 20,000 അഡ്വാൻസ്, 2 അഡ്വാൻസാണ്. അപ്പോൾ ആഡ് ചെയ്യുക 52,000 അഡ്വാൻസ്. ഈ 52,000 അഡ്വാൻസും 68,000 അഡ്വാൻസും കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടും? 1,20,000 അഡ്വാൻസ് കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഓൾ. 5B പറയുന്നത് നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്യാറുള്ള ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനാണ്. മെറ്റീരിയലിൻ്റെ മിക്സ് വാരിയൻസ് കാണിക്കും. ഇങ്ങനെ പറയുന്നത് മെറ്റീരിയൽ A ഉണ്ട്, B ഉണ്ട്, 80, 20, പിന്നെ സ്റ്റാൻഡേർഡ് പ്രൈസ് വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് മിക്സാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ മെയിനായിട്ടുള്ള എഴുതാം. ഇത് സ്റ്റാൻഡേർഡ് പ്രൈസാണ്. മെറ്റീരിയൽ പ്രൈസും മിക്സും ഈൽഡുമാണ് കാണാൻ പറഞ്ഞല്ലോ കേട്ടോ. ഓക്കെ, പിന്നെ ഈൽഡ് 75%. എന്താ ഇതിൻ്റെ ഉദ്ദേശം? നമ്മൾ ഇൻപുട്ട് 100 ഇട്ടാൽ അതിൻ്റെ 25% ലോസ് കഴിഞ്ഞ് നമുക്ക് എത്ര ഔട്ട്പുട്ട് കിട്ടും? 75. അതാണ് ഈൽഡ് വേരിയൻസ്. ആക്ച്വൽ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് വാസ് 1800 കിലോഗ്രാം ഓഫ് ഔട്ട്പുട്ട് ഫ്രം ദ ഫോളോവിങ്. അപ്പോൾ ആക്ച്വൽ ഔട്ട്പുട്ട് വന്നാൽ 1800 അപ്പോൾ നമുക്ക് ഇൻപുട്ട് കാണാൻ വേണ്ടി ഞാൻ അതിവിടെ വർക്കിംഗ് നോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാ ഇൻപുട്ട് 100 ആണെങ്കിൽ 25% ലോസ് പോയിട്ട് 75% ഔട്ട്പുട്ട് വരും. ഇപ്പോൾ 75% ഔട്ട്പുട്ടിന് ഈക്വലായിട്ടുള്ളതാണ് 1800. അപ്പോൾ ഇൻപുട്ട് എത്രയെന്ന് എങ്ങനെ കണ്ടെത്താം? 1800 ഡിവൈഡ് ബൈ 75 × 100 അടിച്ചാൽ 2400 വരും. ഈ ഇൻപുട്ടാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ഇതിനെ സ്റ്റാൻഡേർഡ് റേഷ്യോ മിക്സിലേക്ക് നോക്കണം. 80%. അപ്പോൾ 1920 വരും. 20% 480 വരും. ഓക്കെ അല്ലേ? യെസ്, അത്രേ ഉള്ളൂ. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കിട്ടി. കമ്പ്യൂട്ടേഷൻ ടേബിളിൽ ഇനി അടുത്തൊരു സാധനം കൂടെ വേണ്ടി വരും. റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റിയും കൂടെ കാണും. റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എൻ്റെ ചെറിയൊരു ഷോർട്ട് മീനിങ് എന്താ, ബ്രീഫ് എക്സ്പ്ലനേഷൻ. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്. അപ്പോൾ ആക്ച്വൽ ക്വാണ്ടിറ്റി എടുക്കണം. ഇവിടെ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ആക്ച്വൽ ക്വാണ്ടിറ്റി ഉണ്ട്, ആക്ച്വൽ പ്രൈസൊക്കെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. 1400, 600 ഇതും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 2000 കിട്ടും. ഈ 2000-ന് 80%, 20% സ്റ്റാൻഡേർഡ് മിക്സിലെടുത്താൽ 1600, 400 കിട്ടി. എല്ലായി. നമ്മുടെ സ്റ്റെപ്പ് 1 എന്താ? കമ്പ്യൂട്ടേഷൻ ടേബിൾ. നമ്പർ 1 സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. നമ്പർ 2 ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. നമ്പർ 3 ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. നമ്പർ 4 റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. എല്ലാം നമ്മൾ മുകളിൽ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇതേ വർക്കിംഗ് നോട്ട് നമ്പർ 1 കണ്ടതാണ്. 1920, 480 അല്ലേ? പിന്നെ സ്റ്റാൻഡേർഡ് പ്രൈസ് ഇവിടെ ഉണ്ട് 50, 100. ശരിയാണ്, 50, 100. ആക്ച്വൽ ക്വാണ്ടിറ്റി 1400, 600. 1400, 600. ആക്ച്വൽ പ്രൈസ് 60, 90. സെറ്റാണല്ലോ. പിന്നെ ഇവിടെ ആക്ച്വൽ ക്വാണ്ടിറ്റിൻ്റെ സ്റ്റാൻഡേർഡ് റിവൈസൽ ആക്ച്വൽ ക്വാണ്ടിറ്റി 1600, 800. നമ്മളിവിടെ വർക്കിംഗ് നോട്ട് നമ്പർ 2 കണ്ടതാണ്. ഒന്നും പറയാല്ല. ടോട്ടലി ഒന്നും വാരിയൻസ് കാണുന്നു. മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് 1 - 2, മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ്, മെറ്റീരിയൽ യൂസേജ് വാരിയൻസ്, മിക്സ് വാരിയൻസ്, ഈൽഡ് വാരിയൻസ്. ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നത്തിങ് ഗ്രേറ്റ്. ഓക്കെ.